ഹായ് ഗായ്സ്, ഇന്നൊരു പെർഫെക്റ്റ് മേക്കപ്പ് ലുക്ക് കിട്ടാനായിട്ട് ഞാൻ എങ്ങനെയാണ് ഫേഷ്യൽ റൈസ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫേഷ്യൽ റൈസ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് നന്നായി ക്ലെൻസ് ചെയ്യണം. നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ ഹിമാലയയുടെ ഒരു അലോവേര ജെല്ലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന റേസറാണ്. റേസേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള റേസേഴ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പലയിടത്തും നല്ല ചീപ്പ് റേറ്റിന് ഇതുപോലെ ഫേഷ്യൽ റേസേഴ്സ് ഒക്കെ മേടിക്കാൻ കിട്ടും. നമ്മൾ കണ്ട എല്ലാ ഫേഷ്യൽ റേസേഴ്സും നമ്മുടെ ഫേസിൽ യൂസ് ചെയ്ത് നോക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിറോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഫേഷ്യൽ റേസറാണ്. ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 ഇയറേ ആയിട്ടുള്ളൂ. അന്ന് മുതലേ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സിറോണ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ്. എനിക്കിതൊരു നല്ല റിസൾട്ടാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലേഡ് വരുന്നത് ഒരു 6 പാറ്റേണിലായതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടും. ഫേസിൽ മുറിവോ കാര്യങ്ങളോ ഒന്നും വരില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹെയർ ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെ പേടിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാൾ ഹെയർ റിമൂവ് ചെയ്യാതിരുന്നത്. ഇനി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വരുമോ, അങ്ങനെ കുറേ റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇരട്ടിയായിട്ട് വളരും. കുറച്ച് പേര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, നോർമൽ രീതിയിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് വളരാന്ന്. അങ്ങനെ എൻ്റെ ഒരു സ്വന്തം റിസ്കിൽ ഞാൻ ആദ്യമായിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് ഫേഷ്യൽ റൈസ് ചെയ്തു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ എൻ്റെ ഹെയർ ആദ്യം വളർന്നിരുന്നത് അതേ സെയിം രീതിയിൽ തന്നെയാണ് പിന്നീടും എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഇരട്ടി വളരെ നല്ല തിക്കായിട്ടുള്ള ഹെയർ വളരെ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരുമെന്ന് പേടിച്ചിട്ട് കുറേ പേര് ചെയ്യാതിരിക്കുന്നുണ്ട്. ഞാനും അങ്ങനെ ഒരു പേടിയുള്ള ആളായിരുന്നു. പക്ഷെ ഒരു വട്ടം ചെയ്തപ്പോൾ എൻ്റെ ഫേസിന് വന്ന മാറ്റം കാരണം അതെന്നെ കൊണ്ട് വീണ്ടും ചെയ്യിപ്പിക്കുകയാണ്. ഏകദേശം 1 മാസം ഒക്കെ ടൈമിനുള്ളിലാണ് എനിക്ക് അടുത്തത് ചെയ്യേണ്ടി വരുന്നുള്ളൂ. കുറേ പേര് പറയുന്നുണ്ട് ഫേഷ്യൽ റൈസ് ചെയ്തതിന് ശേഷം നല്ല തിക്കായിട്ട് ഹെയർ വളരുന്നു, മുമ്പുണ്ടായിരുന്നേക്കാളും ഇരട്ടിയായിട്ട് ഹെയർ വളരുന്നു എന്നൊക്കെ. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. തൈറോയിഡ്, PCOD അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ ഹെയർ ഗ്രോത്ത് നാച്ചുറലി കൂടുതലായിരിക്കും. പിന്നീട് ഷേവ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന ആ ഹെയർ കുറച്ചും കൂടി തിക്കായിട്ട് വളരാനുള്ള ചാൻസും ഉണ്ട്. ഇങ്ങനെയുള്ള ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവർക്കായിരിക്കും കൂടുതലും ഇങ്ങനെ കണ്ടുവരുന്നത്. അങ്ങനെയുള്ളവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യണം. ഒരിക്കലും ഡ്രൈ ആയിട്ടുള്ള ഒരു ഫേസിൽ നമ്മൾ ബ്ലേഡ് യൂസ് ചെയ്യരുത്. സ്കിന്നിനെ നന്നായിട്ട് മുകളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് വളരെ ജെന്റിലായിട്ട് വേണം ഹെയർ റിമൂവ് ചെയ്യാനായിട്ട്. പിന്നെ പിമ്പിൾസ് ഒക്കെ ഉള്ള ഫേസ് ആണെങ്കിൽ വളരെ ഹാഷായിട്ട് ആ പിമ്പിളിൻ്റെ മേലെ ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഉരച്ചു കൊടുക്കരുത്. പിമ്പിൾസിൻ്റെ മുകളിലൂടെ ടച്ച് ചെയ്യാത്ത രീതിയിൽ അതിൻ്റെ സൈഡിലുള്ള ഹെയർസ് പതുക്കെ റിമൂവ് ചെയ്യാനാണ് പാടുള്ളൂ. അല്ലെങ്കിൽ ആ പിമ്പിൾസ് പൊട്ടിയിട്ട് അടുത്ത പിമ്പിൾസൊക്കെ വന്ന് ഫേസ് നിറച്ച് പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം എൻ്റെ ഫേസിൽ ഹെയർ എല്ലാം റിമൂവ് ആയി നല്ല ബ്രൈറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ഐബ്രോസ് ഷേപ്പ് ചെയ്യലാണ്. ഞാൻ സാധാരണ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള റേസർ വെച്ചിട്ടല്ല ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ചെറിയ ബ്ലേഡുള്ള റേസർ നമുക്ക് അവൈലബിൾ ആണ്. ഫേസ് റൈസ് ചെയ്യുന്ന സെയിം റേസർ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഐബ്രോസ് എടുത്ത് കളയാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ബ്ലേഡ് കുറച്ചും കൂടി ലോങ് ആയിരിക്കും. ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്ന റേസറിൻ്റെ ബ്ലേഡ് കുറച്ചും കൂടി ചെറുതായിരിക്കും. ഇപ്പോൾ ഈ ലോങ് ആയിട്ടുള്ള ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് ഷേപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഐലാഷസിൽ തട്ടി ചിലപ്പോൾ അത് കട്ടായി പോകാനോ നമ്മുടെ ഐസിന് അത് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ വരുത്താനോ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ചെറിയ ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലേഡ് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഐബ്രോസിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഐബ്രോസിൻ്റെ മിഡ് സൈഡിലായിട്ട് നമുക്ക് പോയിന്റ് ഉണ്ടെങ്കിലൊക്കെ കറക്റ്റായിട്ട് പോയിന്റ് ഇടാൻ സാധിക്കും. വലിയ ബ്ലേഡ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ പോയിന്റ് കറക്റ്റ് വരാതെ കട്ടായി പോകാനോ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ 2 ഐബ്രോസിൻ്റെയും ഇടയിലുള്ള ആ ഗ്യാപ്പിൻ്റെ കറക്റ്റ് സൈസിനാണ് ഈ ബ്ലേഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്നും കട്ട് ചെയ്ത് പോവാതെ കറക്റ്റായിട്ട് അവിടുത്തെ ഹെയർ റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടും ചെറിയ ബ്ലേഡ് വെച്ചിട്ട് ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി. അങ്ങനെ നമ്മുടെ 2 ഐബ്രോസും നന്നായി ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 ഐബ്രോസിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ വളർന്ന് നിൽക്കുന്ന ഹെയർ, ലെങ്ത്ത് കൂടി നിൽക്കുന്ന ഹെയറിനെ ഒന്ന് മുകളിലേക്ക് ചീവി കൊടുത്തിട്ട് ഒരു ചെറിയ സിസർ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐബ്രോസ് കിട്ടും. ഫേഷ്യൽ റൈസിങ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഈ ഐസ് ക്യൂബ്സ് വെക്കുന്നത്. ചിലർക്ക് ഇങ്ങനെ ഷേവ് ചെയ്ത് കഴിഞ്ഞാലോ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാലോ ഒക്കെ നമ്മുടെ ഫേസിൽ നല്ല റെഡ്നെസ് ഉണ്ടാവും, പഫിനെസ് ഉണ്ടായിരിക്കും. ത്രെഡ് ചെയ്താലാണ് കൂടുതൽ പഫിനെസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഷേവ് ചെയ്യുമ്പോൾ ഒരു ചെറിയ റെഡ്നെസ് ഉണ്ടാവും. അപ്പോൾ ആ റെഡ്നെസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഐസ് ക്യൂബ്സ് വെക്കുന്നത്.
ഇതിന് പകരമായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ ഫേസ് നന്നായി വാഷ് ചെയ്തെടുത്താലും മതി. വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു ടവലോ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഫേസിലെ വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ച് കളയണം. എപ്പോഴും ഫേസ് നമ്മൾ തുടയ്ക്കുമ്പോൾ നന്നായിട്ട് ഉരച്ച് തുടയ്ക്കാതെ ഇങ്ങനെ ഇതുപോലെ ഒപ്പി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ ഫേസ് നന്നായി ക്ലീനായി നല്ല കൂളായിട്ട് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഷേവ് ചെയ്ത് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടായിരുന്ന ആ ഒരു മോയ്സ്ചർ നഷ്ടപ്പെടും. പിന്നെ അതിനുശേഷം നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസിനെ വാഷ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ഫേസ് ഒന്നുകൂടി ഡ്രൈ ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡ്രൈനെസ് എല്ലാം മാറി നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഫേഷ്യൽ റേസിങ് റുട്ടീൻ. മന്ത്ലി വൺസൊക്കെയാണ് ഞാൻ ഇതുപോലെ ഫേഷ്യൽ റേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഇനി വീണ്ടും കാണുന്നത് വരെ ബൈ.